ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തും ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെന്ന പൗഡർ ഒന്നും ചേർക്കുന്നില്ല. മൈലാഞ്ചി ഇല വെച്ച് അതിൻ്റെ കൂടെ നെല്ലിക്കയും കൂടി ചേർത്താണ് ഈ ഹെയർ ഡേ ഉണ്ടാക്കിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കെമിക്കൽ ഹെയർ ഡേ പോലെ തന്നെ തോന്നും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മൈലാഞ്ചി ഇല, അതാ മുറ്റത്ത് തന്നെയുള്ള മൈലാഞ്ചി ഇലയാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ വളർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് തീരെ കെമിക്കലില്ലാതെ, നമ്മളിപ്പോൾ ഹെന്ന വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം അതിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ട് നമുക്കറിയില്ല. പിന്നെ ചില ഹെന്ന പൗഡർ ഉണ്ട് കേട്ടോ, കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള. അത് ഞാൻ വേണമെങ്കിൽ ഇതിലേക്ക് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്. നല്ല പുളിച്ച കഞ്ഞി വെള്ളത്തിൽ ചാരം മിക്സ് ചെയ്ത് കറിവേപ്പിന് കൊടുത്താൽ നന്നായി തളുത്ത് വരും കേട്ടോ. ഇതിനൊരു കീടവും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പില കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്കോഷൻ ഉണ്ടാക്കാം. അതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടിയും അതേപോലെ 2 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി തിളക്കുമ്പം നമ്മളത് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അത്രയ്ക്കും ഇത് കട്ടിയായി കിട്ടണം. അപ്പം ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. പിന്നെ ഇതാ ഞാനിവിടെ മൈലാഞ്ചിയില, നല്ല മൂത്ത മൈലാഞ്ചിയില വേണം നമ്മൾ പറിച്ചെടുക്കാൻ. ഇളയതിന് അത്ര കളർ കിട്ടില്ല. പിന്നെ കറിവേപ്പില ഇതുപോലെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ തളിര് ഇതുപോലെ പൊട്ടിച്ചെടുക്കണ്ട, അല്ലാണ്ട് ഓരോന്നായി നമ്മളതിൽ നിന്ന് ചിക്കിയെടുക്കരുത്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വേറെ വേറെ ആക്കിയിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല, മൈലാഞ്ചിയിലയും കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ല സ്മൂത്തായി വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. ഞാനിവിടെ പറമ്പിലുണ്ടായ നെല്ലിക്കയാണിത്. ഇത് നമ്മുടെ മുമ്പൊക്കെ കിട്ടുന്ന ആ ചെറിയ നാടൻ നെല്ലിക്കയല്ല കേട്ടോ. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈ വെച്ചിട്ടുണ്ടാകുന്ന നെല്ലിക്കയാണ്. വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങൾ നന്നായി കഴുകി ഇത് തുടച്ചതിന് ശേഷം വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേറ്ററിൽ ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് ഞാൻ ആംല പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആംല പൗഡറിൽ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക വീട്ടിൽ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക വാങ്ങിയിട്ട് ആംല പൗഡർ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇന്നും ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നെല്ലിക്ക മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു ചട്ടിയിൽ ഇതുപോലെ നിരത്തി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് അധികം ഇളക്കണ്ട കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും ഇതുപോലെ നിരത്തിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് കണ്ടോ, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് കളർ ആവുന്നുണ്ട് കുറച്ച്. ഇനിയും ഇതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി നമ്മളിത് വറുത്തെടുക്കരുത്. അപ്പം ഇത് അത്രയും ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെ നമ്മൾക്ക് ശരിക്കും വറുത്ത് കിട്ടില്ല കേട്ടോ. നമ്മളിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് നല്ല ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇത് ഒരിക്കലും പുകയരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞ് പുകയരുത്. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സമയത്തോടെ വേണം ചെയ്യാൻ, ക്ഷമയോടെയും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ ഈ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി കറുപ്പ് കളർ വരും. ഇപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടി തണുക്കുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഞാനിത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിത് ഈ സമയത്ത് അധികം ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നില്ല എങ്കിൽ നിങ്ങൾ പൊടിച്ചതിന് ശേഷം ഒന്നും കൂടി ചട്ടിയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ബ്ലാക്ക് ആയി കിട്ടും. ആ പൊടി ഒന്ന് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് പൊടിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മിക്സിയുടെ ഈ കവറിനൊന്നും അധികം ഈ ബ്ലാക്ക് കളർ പിടിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മൂടിക്കൊക്കെ ബ്ലാക്ക് കളർ പിടിക്കും. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി പ്ലാസ്റ്റിക് മാറ്റിയാൽ മതി. മിക്സി ഒന്നും കേടാവില്ല കേട്ടോ. പിന്നെ ഇനി കണ്ടോ, ഇതുപോലെ സ്മൂത്തായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ കണ്ടോ, ഇത് അരിക്കാനൊന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് സ്മൂത്തായിട്ടുണ്ട് പൊടിച്ചത്. കാരണം നമ്മൾ നന്നായി വറുത്തെടുത്താണല്ലോ. അപ്പോൾ നല്ല പൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മൈലാഞ്ചി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് അരച്ചതുകൊണ്ട് നല്ല സ്മൂത്തായി തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിക്സി കഴുകിയിട്ടും കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ട് തന്നെ വേണം ഇത്. കാരണം ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു അരിപ്പയിലെ കൂടി. പിന്നെ ഒരു ഇരുമ്പ് ചീൻചട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടോ, ഇത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ്. അത് നമുക്ക് നിർബന്ധമാണ്, ഇരുമ്പ് ചീൻചട്ടി തന്നെ വേണം. കാരണം എന്നാലേ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് അരിച്ചെടുക്കാം. കാരണം ഇത്
അത്ര സ്മൂത്തല്ല. ഇത്രയും അരച്ചിട്ട് വരെ കുറച്ചതൊരു ഇലേൻ്റെ തരിയൊക്കെ ഉണ്ട്. അത് നമ്മളെ മുടിയിൽ നമ്മൾ ഹെന്ന ഇടുമ്പോൾ പാക്ക് ഇടുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. എത്രയായാലും നമുക്ക് പൊടിക്കുന്നതാണെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് അരിപ്പയിലെ കൂടി അരിച്ചെടുക്കാം. നമ്മൾ ഇല അരച്ചത് കൊണ്ട് എന്തായാലും ഇതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഒരു തരിയില്ലാണ്ട് ഞാനിതെല്ലാം അരിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു വലിയ പ്രോസസ്സാണ്, പക്ഷേ നമുക്ക് നല്ല പെർഫെക്റ്റായി നിങ്ങൾ കണ്ടിരുന്നല്ലോ ആദ്യം ആ ഹെയർ ഡൈ അതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം ഹെന്ന പൗഡർ ഉപയോഗിക്കാം. ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ട് നമ്മുടെ നേരത്തെ ഡിക്കോഷൻ ഉണ്ടല്ലോ അതുകൂടി അരിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും മൈലാഞ്ചിയുടെ തൈ കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി കുറുകി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഇല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഹെന്ന പൗഡർ വെച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആംല പൗഡർ വാങ്ങിച്ചാൽ മതി, നെല്ലിക്ക കിട്ടാനില്ലാത്തവർ. ഇപ്പോൾ നന്നായി കുറുകി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം ഇതാ ഇപ്പോൾ തണുത്തിട്ടുണ്ട്, നന്നായി തന്നെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക പൗഡർ ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതല്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കിത് കുറച്ച് ലൂസായി തോന്നാം, പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ടുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുടിയിലിടുന്നതും അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇത് ഒരു തരി ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്യാൻ. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കാം. ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങൾക്കിതാ കാണാൻ പറ്റും എത്രമാത്രം കറുപ്പ് കളർ വന്നിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും നമ്മുടെ കെമിക്കൽ ഹെയർ ഡൈ തോറ്റവും അത്രയ്ക്കുണ്ട്. നല്ല കറുപ്പ് കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുത്താൽ എത്ര നരച്ച മുടിയും ഹെന്ന ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാം നമ്മൾ ഹെന്ന ചെയ്താൽ കറുപ്പ് കളർ കിട്ടുന്നില്ല അതിൽ. പക്ഷേ അതൊരിക്കലുമല്ല. ഇത് തേച്ചാൽ നമുക്ക് ശരിക്കും കറുപ്പ് കളറാണ് മുടിയിൽ വരുന്നത്. ഒരിക്കലും ബ്രൗൺ ആവില്ല കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്തിട്ട് നീലാമരി വെച്ചിട്ടാണല്ലോ നമ്മൾ ബ്ലാക്ക് കളർ ആക്കുന്നത് മുടി. അപ്പോൾ നീലാമരി ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, ഹെന്ന പാക്ക് ഇടുമ്പോൾ ചിലവർക്ക് അലർജി, തലയിൽ നീരിറക്കമൊക്കെ വരുന്നുണ്ട്. അവർ വേണമെങ്കിൽ ഈ പാക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നീരിറക്കം പോലെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവായി കിട്ടും. ഇപ്പം ഞാനിത് അതിൻ്റെ നല്ല നരച്ച തലമുടിയിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നുള്ളത്. വല്ലാണ്ട് നരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസം ഡൈ ഒന്നും ചെയ്യാതെ വെച്ചത്. ഇതിലേക്ക് തീരെ എണ്ണമയം ഇല്ലാതെ വേണം നമ്മൾ ഈ ഡൈ തേച്ച് കൊടുക്കാൻ. എണ്ണമയം ഉണ്ടെങ്കിൽ ശരിക്കും പിടിക്കില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം മുന്നേ ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മൾ മുടി ഇതുപോലെ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളർ വരും. അത് എത്ര കാലം പിടിക്കുന്നില്ല, നമ്മൾക്ക് ദിവസത്തിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല. ഓരോ ആളുടെ മുടിയിൽ ഓരോ തരത്തിലായിരിക്കും കേട്ടോ. കെമിക്കൽ ഡൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര കാലമൊന്നും നിൽക്കില്ല കേട്ടോ നമ്മളെ മുടിയിൽ. ഇപ്പോൾ അതാ ഞാനെല്ലാം കൂടി ഇതാ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് നേരം തുടങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കെമിക്കൽ ഡൈ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം 2 മാസമൊക്കെ നിൽക്കും കളറ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾക്കത് അത്ര ഗുണം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഡൈയിലേക്ക് വരുന്നത്. പിന്നെ നര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള പാക്കൊക്കെ നമ്മൾ തലയിലിട്ടാൽ കുട്ടികൾക്കായാലും അപ്പോൾ ഇത്രയും നമ്മൾ ഇങ്ങനെ കുറുക്കി ബ്ലാക്ക് ആക്കേണ്ട ആവശ്യമില്ല. സാധാരണ മൈലാഞ്ചിയില അരച്ച് അതിൻ്റെ കൂടെ ഈ നെല്ലിക്ക അരച്ചിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മുടി ഒരിക്കലും പെട്ടെന്ന് നരക്കില്ല, കുട്ടികളുടേതായാലും നമ്മളുടേതായാലും. ഇപ്പോൾ ഞാൻ പാക്കിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ കുളിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മുടി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നന്നായി തന്നെ കറുപ്പ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ ശ്രമിക്കണേ. എന്നാലേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പരീക്ഷിക്കുന്നത് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സാധനമുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഉപകാരപ്രദമാവുന്നത് അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.